ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനും കിട്ടും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടൂടെ. അതായത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ച ആദ്യത്തെ 3 വർഷം മൂപ്പർ നാട്ടിൽ തന്നെയാണ്. അതിന് ശേഷമാണ് മൂപ്പർ ഗൾഫിലേക്ക് പോയത്. കണ്ണൂർക്കാർ കല്യാണം കഴിച്ചാൽ രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും, പകൽ അവരവരെ സ്വന്തം വീട്ടിലേക്കും. അങ്ങനെയാണെന്നല്ല, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയല്ലേ. മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഇപ്പം അറിയാൻ തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന സാധനം കലത്തപ്പാന്ന്. കണ്ണൂർക്കാർ പ്യാപ്പളാറ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കവറിനെല്ലാം എന്തെങ്കിലും കൊണ്ടുവരും. കൈയും വീശിയിട്ടൊന്നും അങ്ങനെ വരില്ല. അങ്ങനെ ഞാനെന്തേ ഇങ്ങനെ പോയി നോക്കും. അന്നേരം പെണ്ണെന്നല്ലേ പോയി നോക്കാം അല്ലേ, പെണ്ണിൻ്റെ ഉമ്മ പോയി നോക്കൂലല്ലോ, പെണ്ണിനെ പോയി നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പോൾ കൂടുതൽ ഇതിൽ കാണാൻ കലത്തപ്പാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് അവിടെ കമൻ്റാക്കുക, കമൻ്റാക്കുക. ഈ കലത്തപ്പം കണ്ടാൽ എനക്കാണെങ്കിൽ ആകെ പിരാന്തെടുക്കും, എൻ്റെ മൂട് മൊത്തം പോകും. ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് ഈ കലത്തപ്പം കൊണ്ടുവരുന്നത്? അതെന്തിനാണെന്ന് വെച്ചാൽ, പിന്നെ ഇവർ കടയിൽ നിന്നല്ലേ വാങ്ങിയിട്ട് കൊണ്ടുവരുന്നു, ബേക്കറിയിൽ നിന്ന്. അതാണെങ്കിൽ ഉണങ്ങിയ പോലത്തെ എല്ലാം ഉണ്ടാകും. എനിക്കത് കാണുമ്പോൾ ദേഷ്യം പിടിക്കും, ടേസ്റ്റും ഉണ്ടാവില്ല. എനിക്കെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മമ്മ, മൂത്തമ്മ ഇവരെല്ലാം അപ്പത്തിൻ്റെ ആൾക്കാരാണ്. പുറത്ത് ഇങ്ങനെ ഓർഡർ എടുക്കലൊന്നുമല്ല, ഇവരെന്നെ കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. അന്നേരം നമ്മൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നതാണ് ആ ഒരു കാലത്ത്. അന്നേരം ഞാൻ എൻ്റെ ചെറുതിൽ കാണാറുണ്ട്, ഇവരിടയ്ക്കിടയ്ക്ക് അപ്പം ഉണ്ടാക്കും. എല്ലാതരം അപ്പം ഉണ്ടാക്കും. നെയ്യപ്പം, മണ്ട, കോലപ്പം, തേങ്ങാലുവ, കിണ്ണത്തപ്പം. അതെല്ലാം ഇവരുണ്ടാക്കുന്നത് വേറെ ലെവലാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പൊങ്ങച്ചൊന്നും. ഒരിക്കലും പൊങ്ങച്ചൊന്നല്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്തായാലും വന്നിട്ട് കമൻ്റ് ആക്കും. പിന്നെ ഇതാ ഞാൻ പച്ചരി ഉണ്ടല്ലോ, ഇത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതായത് ഒരു ഗ്ലാസ് നിറയെ പച്ചരിയാണ് ഞാൻ എടുത്തത് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കലല്ലേ മുമ്പാണ് കേട്ടോ. അന്നേരം ഇവർ ഇടയ്ക്കിടയ്ക്ക് കലത്തപ്പവും അതും ഇതപ്പങ്ങളോടുള്ള പടികളാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ, ഇളയമ്മ, മൂത്തമ്മ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഇവരെ ഇടയ്ക്കല്ല ഇവരെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് താമസിക്കും. മറ്റുള്ള ജില്ലക്കാർക്ക് മനസ്സിലായ, അതായത് നിങ്ങൾ സ്ഥിരം നിങ്ങളെ ഭർത്താക്കന്മാരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, വല്ലപ്പോഴും കൂടുമ്പോൾ നിങ്ങളെ ഉമ്മാൻ്റെ വീട്ടിൽ 2-3 ദിവസം നിൽക്കാൻ പോകില്ല. അതേപോലെ നേരെ തിരിച്ച് ഇവരെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിൽക്കാൻ പോകും കണ്ണൂർക്കാർ. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിൽക്കാൻ പോകുമ്പോൾ പിന്നെ എന്താ പറയുക, കെട്ടുകൊണ്ടപ്പോണ്ടേ. അപ്പോൾ ഈ കെട്ടെന്ന് പറയുമ്പോൾ അപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോവുക ഭർത്താക്കന്മാരുടെ വീട്ടിൽ. ഇപ്പോഴത്തെ ആൾക്കാരെ എല്ലാം ഈസി പരിപാടിയാണ്. എല്ലാ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ട് എണ്ണക്കടികളും മറ്റുള്ളതെല്ലാം ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടല്ലേ കൂടുതൽ കൊണ്ടുപോവാറ്. മുമ്പൊക്കെ കൂടുതൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാറാണ്. അപ്പോൾ എല്ലാ അപ്പങ്ങളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ചെറുതിലേ കാണുന്നുണ്ടല്ലോ, നല്ല രസമാണ്. എനിക്കത് ഇപ്പോഴും എന്താ പറയുക, ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മക്കളോടെല്ലാം പറയും, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നെല്ലാം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഈ ഒരു പണ്ടത്തെ സംഭവമല്ലോ. ഇപ്പം കുറേയായി അതൊന്നും പറയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ ഫുൾ യൂട്യൂബിൽ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ വന്നില്ലേ. ഇനി ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ആദ്യം പറയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ, 1 ടേബിൾ സ്പൂണ് ചോറ്, സാദാ ചോറ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതന്നെ എടുക്കുക. പിന്നെ ചോറ് കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയിന്നുണ്ടെങ്കിൽ കലത്തപ്പം ഇങ്ങനെ പിച്ചി പോലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്തോ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാകും. ഞാനിതാ 1 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2-3 ഏലക്കായും അതേപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. പിന്നെ ഇതിനെ എന്തായാലും നമ്മൾ മധുരത്തിലെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ അരി മുങ്ങി കിടക്കണം വെള്ളത്തിൽ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അരച്ചെടുത്തത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ജാറ് അവിടെ കൊണ്ടുവെക്കട്ടെ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം മക്കളെ എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാൻ.
വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ പണിയൊന്നുമില്ല, ഡും 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 ഈസി ആയിട്ട് പണിയെല്ലാം കഴിയും. ഇനി വെല്ലം ഉണ്ടല്ലോ, അതൊന്ന് മെൽട്ടാക്കി എടുക്കാനുണ്ട്. മധുരത്തിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 3 കട്ടയാണ് എടുത്തത്, 3 വലിയ കട്ടയാണ്. വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതൊന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും പൊടികളോ അഴുക്കളോ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ. വെറുതെ എന്തിനാണ് അതൊക്കെ നമ്മളെ കുടലിലേക്ക് വലിച്ച് കയറ്റുന്നത് അല്ലേ? നല്ല വൃത്തിക്ക് തന്നെ അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ആ ഒരു അരിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. ആ ചൂടിൽ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. അരി കട്ട പിടിക്കാൻ പാടില്ല. പെട്ടെന്ന് ഇളക്കിയെടുക്കണേ. സ്പീഡാക്കണം. ഈ ഒരു പണിയൊക്കെ സ്പീഡ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ലേശം അപ്പക്കാരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്താലല്ലേ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരാം. അങ്ങനെ ഇതൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുക്കർ ഞാൻ അപ്പുറത്തുനിന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടാന്ന് ഗൈസ്. എൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനത്തെ കുക്കറൊന്നുമില്ല. ഉമ്മ പിന്നെ ഇങ്ങനത്തെ കുക്കറിലെല്ലാം മാറ്റി വെക്കും, ഇങ്ങനത്തെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലാണ് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്തും ഉള്ളിയും ഒന്ന് കളറാക്കി എടുക്കുന്നുണ്ട്. പകുതി പിന്നെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകുതി പിന്നെ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തേങ്ങാക്കൊത്തും ആ ഒരു ഉള്ളിയും. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അരിമാവ്, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും വീണ്ടും ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തോ. ഈ ഒരു സമയത്തില്ല, അരിമാവ് ഒഴിക്കുന്ന ഈ ഒരു സമയത്ത് തീ അത്യാവശ്യം നല്ലോണം കൂട്ടി കൊടുക്കണം കേട്ടോ, കുറക്കാൻ പാടില്ല. ഈ ഒരു സമയത്ത് നല്ലോണം കൂട്ടി കൊടുക്കുക. ഇനി ഇത് അടച്ച ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ വെക്കുക. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായിട്ട് വരും. ഏകദേശം ഒരു 13 മിനിറ്റ് അത്രയേ വേണ്ടൂ. നല്ലൊരു കലത്തപ്പത്തിൻ്റെ മണം ഉണ്ടാവും. അന്നേരം മനസ്സിലാക്കുക കുക്കായിട്ടുണ്ട് എന്ന്. കുക്കായ പാടെ തന്നെ ഇതങ്ങ് തുറന്ന് നോക്കണ്ട. ആ ചൂട്ടിൽ നിന്ന്, അതായത് ആ ഒരു അടുപ്പത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റുക. എന്നിട്ട് നല്ലോണം കൂളായ ശേഷം ഇതങ്ങ് തുറന്ന് നോക്കിയാൽ മതി. അപ്പം നമ്മൾ അടിപൊളി കലത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയ ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ആ ചൂടോടെ തന്നെ തട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല വൃത്തി വേണ്ടേ. കുക്കർ ഇന്നെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇളകി കിട്ടണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഇനി ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും സോഫ്റ്റായിട്ടുള്ളത് നല്ല അടിപൊളി കലത്തപ്പം. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല അടിപൊളിയായിട്ട് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് കടയിൽ നിന്നെല്ലാം വാങ്ങുന്നല്ലേ? കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നും എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും എന്തായാലും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഒന്നും ഞാനങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാറേയില്ല, ഒന്നും വാങ്ങിക്കാറില്ല. അതായത് നെയ്യപ്പം അത് ഇത് ഒന്നും വാങ്ങിക്കാറില്ല. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുക. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കണ്ട എന്ന് പറയും. എന്നാലും ഓറ് വാങ്ങിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പിന്നെ ആ ഒരു ദിവസം തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. പിറ്റേന്ന് ദിവസം വെക്കുമ്പോൾ ടേസ്റ്റിൻ്റെ ആ ഒരു കുറവുണ്ടാവുമല്ല, ആ ചൂടോടെ കഴിക്കുക. കടയിൽ നിന്ന് പിന്നെ അങ്ങനെയല്ല അല്ലേ, എന്തായാലും അവർ പിന്നെ പാക്കറ്റ് ഇട്ട് അങ്ങനെ വെക്കുന്നല്ലേ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയുന്നുണ്ടാവുക. ഇനി കൂടുതലായിട്ട് എന്താപ്പോൾ പറയാനുള്ളത്, ഇതിൻ്റെ അകലെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വര പോലെ, അതിന് ആരെന്നാ പറയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.